അങ്ങനെ ഡ്യൂൺ 2 ഉണ്ടായിരുന്നു. വാട്ട് എ ഫെന്റാസ്റ്റിക് മൂവി മാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കിട്ടില്ല മൂവിയാണ്. ആ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയാലും ആ ഒരു മൂവിയുടെ പ്രസന്റേഷൻ ആയാലും എല്ലാം അടിപൊളിയാണ്. ഈ ഓവറോൾ മൂവി എന്താണ് അല്ലെങ്കിൽ എന്താണ് ഈ മൂവി സംസാരിക്കുന്നത്, ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കോട്ടിൽ പറയുന്നുണ്ട്, പവർ ഓവർ സ്പൈസ് ഈസ് പവർ ഓഫ് ഓൾ. സിമ്പിൾ. ആ ഒരു പവർ ഉണ്ടല്ലോ, അത് കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് എന്താണെന്നൊക്കെ ഈ ഒരു മൂവി കാണുമ്പോൾ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു രീതിയിലാണ് ഈ ഒരു മൂവിയിലെ ക്യാരക്ടേഴ്സും അവരുടെ പൊളിറ്റിക്സ് ഒക്കെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ കിട്ടില്ല മൂവിയാണ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സോ മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാൻ, അത് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു ഐമാക്സ് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു മൂവിയുടെ വിഷ്വൽസും പ്രസന്റേഷനും ക്യാരക്ടേഴ്സും സൗണ്ടും എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണെങ്കിൽ പറയാം. ഈ മൂവിയിൽ ഓരോ സീക്വൻസും നമുക്ക് ഭയങ്കര രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു സീനിന്റെ പ്രസന്റേഷൻ ആയാലും ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക് ആയാലും എല്ലാം ഭയങ്കര രീതിയിൽ ബ്ലെൻഡ് ചെയ്ത ഒരു അടിപൊളി പ്രസന്റേഷൻ തന്നെയാണ്. അതും ആ ഡെസേർട്ടിലെ സീക്വൻസ് ആയാലും അല്ലെങ്കിൽ ആ സാൻഡ് ബോംബ് സീക്വൻസ് ആയാലും ആ ഒരു തിയേറ്ററിൽ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു സൗണ്ടും ആ ഒരു വിഷ്വലും മാൻ, അത് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഡ്യൂൺ 1 എനിക്ക് കിട്ടിയതിനേക്കാളും കുറച്ചും കൂടി കിടലായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഐമാക്സിൽ ഈ ഒരു മൂവി കിട്ടിയത്. ആൻഡ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്യൂണിനെ കുറിച്ചുള്ള കഥയും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ള. ആ ഒരു വീഡിയോയിൽ പോലെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടത് ശരിക്കും ഈ ഒരു മൂവിയുടെ ടീസർ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ആ മൂവി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി, ആ ഒരു എംപയറും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്ന പാർട്ട് 2 പറഞ്ഞായിരുന്നു. ശരിക്കും ആ ഒരു മൂവിയുടെ കോണ്ടന്റ് പറയുന്നതും അല്ലെങ്കിൽ ആ ഒരു മൂവി ശരിക്കും സ്റ്റാർട്ട് ആവുന്ന പാർട്ട് 2 ഒറ്റ വാക്കിൽ ഈ ഒരു മൂവി പറയുകയാണെങ്കിൽ ദ വാർ ബിഗിൻസ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്യൂൺ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്റ്റോറി എന്നും അല്ലെങ്കിൽ ഒരു വലിയ 3 പാർട്ട് നോവൽ ആണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട്, അതായത് ഒരു ഫസ്റ്റ് ബുക്കിന്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു മൂവിയിൽ കണ്ടത്. സോ അതിന്റെ ഒരു പാർട്ട് 2 ആണ് സെക്കൻഡ് മൂവി. ശരിക്കും ആ ഒരു ഫസ്റ്റ് പാർട്ട് സക്സസ് ആയാൽ മാത്രമേ ഡയറക്റ്റ് അടുത്തൊരു മൂവി ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇതും ചെയ്തിട്ടുണ്ട്. എന്തായാലും പാർട്ട് 2 എൻഡിലോട്ടൊക്കെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല, ഇനി വരാൻ പോകുന്നു. ശരിക്കും ഇവിടെ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു വാറും അല്ലെങ്കിൽ ആ ഒരു ഹൗസസും അവർ തമ്മിലുള്ള ക്ലാഷും പൊളിറ്റിക്സും ആ ഒരു എംപറർ മാറുന്നതും റൂൾ ചെയ്യുന്നതൊക്കെ മാൻ, അത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി വേറെ ഒന്നും പിടിച്ചാൽ കിട്ടാത്ത ലെവലിലോട്ടൊക്കെ സ്റ്റോറി പോകും. സോ സെക്കൻഡ് പാർട്ടിന്റെ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എവിടെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ സ്പോയിൽ ആയിപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് കണ്ടത്, ആർട്ടഡീസ് ഫാമിലി, അതായത് നമ്മൾ പോൾ ആർട്ടഡീസും ലേഡി ജെസിക്കയൊക്കെ ആ ഒരു ഫ്രീമാന്റെ കൂടെ പോകുന്നത്, പിന്നീട് എന്താണ് സംഭവിക്കുന്നതാണ് ആ ഒരു ഫസ്റ്റ് പാർട്ട് നിർത്തിയത്. സോ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ പോൾ ഫ്രീമാന്റെ കൂടെ ചേർന്ന് എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ പോളിന്റെ ഫാമിലി ഉണ്ടായിരുന്ന റൂളും ഹാർവസ്റ്റിംഗ് ഒക്കെ ആ ഒരു ഒറ്റ രാത്രി കൊണ്ട് ആ ഒരു ഹരാക്കിൻസ് ഇല്ലാതാക്കി. സോ അതിനെ പോൾ എങ്ങനെ റീപേ ചെയ്യും, അല്ലെങ്കിൽ ഫ്രീമാന്റെ കൂടെ ചേർന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ലീഡ് ചെയ്യുന്നതാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പോളിനെ എങ്ങനെയാണ് ഈ ഫ്രീമാൻ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ ഫ്രീമാനൊക്കെ ഒരു വിഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡ്രീം എന്ന് വേണമെങ്കിൽ പറയാം. അവരെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ കറണ്ട് സിറ്റുവേഷൻ അവരെ എല്ലാവരെയും പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രോബ്ലത്തിൽ നിന്ന് ഒരു സൊല്യൂഷൻ ആയിട്ട് അവർ എപ്പോഴും ഒരു വിഷനിൽ കാണുന്ന ഒരാളുണ്ട്, ഒരു മിഷിയ പോലെ ഒരാൾ. സോ ആ ഒരു ക്യാരക്ടറായിട്ടാണ് എല്ലാവരും പോളിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പോൾ വരുന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസും, അല്ലെങ്കിൽ പോൾ അഡ്വർടൈസ് വന്നതിന് ശേഷം അവരെ ലീഡ് ചെയ്യാൻ ഒരാളെത്തി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പോളിനെ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പോളിന്റെ കൂടെ തന്നെ നിൽക്കും. സോ അങ്ങനെയാണ് ഈ ഒരു എൻറ്റയർ മൂവിയിലെ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു നിർത്തി. ഇനി ഇതിലധികം സംസാരിക്കുന്നില്ല. ഒരുപാട് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഒരുപാട് സസ്പെൻസും ട്വിസ്റ്റ് ഒക്കെ വരുന്നുണ്ട് മൂവിയിൽ. സോ അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്പോയിൽ ആയി പോകും. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട എക്സ്പീരിയൻസ് ഉള്ള ഐറ്റംസ് ആണ്. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് ഡയലോഗ്സ് ഒക്കെ കൂടുതലാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്, ഇല്ലാന്നല്ല, നല്ല കിടിലൻ സാധനങ്ങളുണ്ട്. മൂവിയുടെ സ്റ്റാർട്ടിങ് തന്നെ ഒരു കിടിലൻ ആക്ഷൻ സീക്വൻസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു മൂവിയുടെ ഫസ്റ്റ് ഹാഫ് നോക്കുവാണെങ്കിൽ ആ ഒരു ആക്ഷൻ സീക്വൻസിനേക്കാളും കൂടുതൽ കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലീസിൽ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അവരൊക്കെ കണക്ട് ചെയ്ത് അവരുടെ പൊസിഷൻസും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കൂടുതൽ സംസാരിക്കുന്നത്. എന്നും പറഞ്ഞ് ലാഗ് എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ സംസാരിച്ചു വന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ ഓരോ ഹൗസസ് തമ്മിലുള്ള പൊളിറ്റിക്സ് ആയാലും അവർ തമ്മിലുള്ള ക്ലാഷ് ആയാലും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു എംപർ അപ്പോയിന്റ് ചെയ്യുന്നതും ആ ഒരു ഹൗസസ് വരുന്നു. സോ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ഹൗസസും അല്ലെങ്കിൽ ഇതിൽ ആ ഒരു എംപറിനെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എംപറിന്റെ തീരുമാനങ്ങളൊക്കെ എന്തുകൊണ്ടാണെന്ന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്. അതായത് ഡ്യൂൺ ഫസ്റ്റ് പാർട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില ഡൗട്ട്സ് ഒക്കെ വരുമല്ലോ, ആ ഒരു ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ വരും. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവിയുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഉണ്ടാകുന്ന എല്ലാ ഡൗട്ട്സിനും ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള കാര്യം ഈ ഒരു മൂവിയിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും സമയമൊന്നുമില്ല. കാരണം സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ആ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് ആ ഒരു എൻഡ് വരെ മാൻ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഭയങ്കര എൻഗേജിങ് ആണ് ഓരോ സീക്വൻസ്. അതായത് അടുത്തത് എന്ത് നടക്കാൻ പോകുക, എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ നമുക്ക് ഭയങ്കര രീതിയിലുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അങ്ങനത്തെ രീതിയിലാണ് ഒരു എൻറ്റയർ സെക്കൻഡ് ഹാഫ് തന്നെ മേക്ക് ചെയ്തിരിക്കുന്നത്. അതിലും എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു പവർ ഉണ്ടല്ലോ, അത് ഒരാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പവർ കിട്ടുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ആ ഒരു പവർ എന്ന ഒരു ഇത് കിട്ടുമ്പോൾ ആ ഒരു കാര്യങ്ങൾ ലീഡ് ചെയ്യണതും, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ അണ്ടർ കൺട്രോളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്, അതൊരു ക്യാരക്ടറിൽ എത്തുമ്പോൾ അത് എങ്ങനെയൊക്കെ മാറും എന്നൊക്കെ അടിപൊളിയായിട്ട് ഒരു സെക്കൻഡ് ഹാഫിൽ
കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു എൻറ്റയർ മൂവിലെ ഒരു പവർ കാരണം വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം സെക്കൻഡ് ഹാഫിൽ നമ്മളെ പോൾ അറ്റഡീസ്, അതായത് നമ്മുടെ തിമോത്തി ചാൽമൻ, പുള്ളിക്കാരൻ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, സെക്കൻഡ് ഹാഫിൽ പുള്ളിക്കാരൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി കിടിലം സ്ക്രീൻ സ്പേസും പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരൻ. വന്നു പോകുന്ന ഓരോ സീക്വൻസും അത്രമാത്രം അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതും ചില ആക്ഷൻ സീക്വൻസ് ആയാലും ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ് ആയാലും, അതായത് ഒരു ലീഡറിന്റെ ഒരു പവർ കിട്ടുമ്പോഴും അല്ലെങ്കിൽ പുള്ളിക്കാരൻ ആ ഒരു ഫ്രീമാനെയും അല്ലെങ്കിൽ പുള്ളിക്കാരൻ എല്ലാ കാര്യം കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പവറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും വളരെ അടിപൊളിയായിട്ടാണ് ആ ഒരു എൻറ്റയർ മൂവിൽ, അതും എസ്പെഷ്യലി ആ ഒരു സെക്കൻഡ് ഹാഫിൽ അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഈ ഒരു ക്യാരക്ടറിന്റെ കാര്യം മാത്രമല്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആ ഓരോ ഹൗസസും അവർ തമ്മിലുള്ള പൊളിറ്റിക്സും അവർ തമ്മിലുള്ള ക്ലാഷും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സോ പിന്നീട് ആ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് ആ ഒരു മൂവിയുടെ എൻഡ് വരെ വേറെ ലെവൽ ട്രാക്കാണ്. നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടതുപോലെയല്ല, ഇപ്പം സ്റ്റാർട്ടിംഗ് തൊട്ട് ആ ഒരു എൻഡ് വരെ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഒരു ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിലുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്ന നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ആ ഒരു മൂടെ സ്റ്റോറിക്ക് കൊണ്ടുപോകും. അതിന്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളും ഒരുപാട് ത്രില്ലടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവിലുണ്ട്. ആൻഡ് എടുത്തു വരേണ്ട കാര്യം ഈ ഒരു മൂവിയിലെ ക്യാരക്ടറിന്റെ പെർഫോമൻസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്യൂൺ പാർട്ട് 1 കണ്ട ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ മൂവിയിലില്ല, പക്ഷേ ഈ ഒരു മൂവിയിൽ പുതുതായിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന പുതിയ ക്യാരക്ടേഴ്സ് ആയാൽ പോലും അവർക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള റോളും അവർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസും നല്ല രീതിക്ക് തന്നെ ഈ ഒരു മൂവിയിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ പറയാനുള്ള 2 ക്യാരക്ടേഴ്സ് ആണ്. ഒന്ന് പോൾ അറ്റഡീസും ഒന്ന് ചാനിയും. ഈ 2 ക്യാരക്ടേഴ്സും ആ ഒരു മൂവിയിൽ കാണിക്കുന്ന ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ മാൻ, അത് വേറെ ലെവലാണ്. രണ്ടുപേരും നല്ല കിഡിലായിട്ടാണ് പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറാണ് ഈ ഒരു മൂവിയിൽ വരുന്നത്. ഇപ്പൊ സിന്ധ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പാർട്ട് 1 കണ്ടതായിരുന്നു. അങ്ങനെ ത്രൂ ഔട്ട് ദ മൂവിയിൽ ഇല്ല, ഈ ഒരു വിഷനിൽ മാത്രമേ വന്നു പോകുന്നുള്ളൂ. പിന്നെ മൂവിയുടെ എൻഡിലാണ് ശരിക്കും സിന്ധ്യ വരുന്നത്. പക്ഷേ ഈ ഒരു പാർട്ട് 2 വരുമ്പോൾ എൻറ്റയർ മൂവിൽ പുള്ളിക്കാരി ഉണ്ട്. അതും പുള്ളിക്കാരുടെ പെർഫോമൻസ് ഒക്കെ പറയുന്നത് മാൻ വേറെ ലെവലായിട്ടുണ്ട്. ആൻഡ് തിമോത്തി ചാലമൻ പുള്ളിക്കാരനൊക്കെ അങ്ങ് നിന്ന് പൊളിച്ചിട്ടുണ്ട്. ആ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ വരുന്ന ഓരോ സീക്വൻസും പുള്ളിക്കാരൻ വേറെ ലെവലായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയണമെങ്കിൽ ആ ഒരു മൂവിയിൽ എല്ലാം പറയണം, പക്ഷെ കൂടുതലായിട്ട് പറഞ്ഞ് സ്പോയിലായി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാ കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, അതും അവസാനത്തെ കുറെ സീക്വൻസ് ഒക്കെ വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട്. പിന്നീട് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം വെച്ചാൽ ഈ ഒരു മൂവിയുടെ ഗ്രാഫാണ്. ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ആ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ, മാൻ അടിപൊളിയാണ്. ഓരോ ഫാമിലിയും അല്ലെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സും അവർ എങ്ങനെയാണ് കണക്ട് ആവുന്നത്, അല്ലെങ്കിൽ അവർ ഈ റൂളിങ്ങും അല്ലെങ്കിൽ അവർ ആ എംബറായിട്ടുള്ള കണക്ഷൻസും അല്ലെങ്കിൽ ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ആ സെക്കൻഡ് ഹാഫിൽ അടിപൊളിയായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, സെക്കൻഡ് ഹാഫിൽ ഒരുപാട് കിടിലൻ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സിലായാലും ആ ഒരു സീക്വൻസിലായാലും നമ്മൾ ചിന്തിച്ചു പോലും കാണാത്ത രീതിയിലാണ് ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ആ ഒരു വേൾഡിൻ്റെ അകത്ത് തന്നെ ആയിപ്പോൾ. ആ ഒരു സെക്കൻഡ് ഹാഫിലെ സ്റ്റോറി ടെല്ലിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസും ആ ഒരു സീക്വൻസ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തു. സോ ആ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു വേൾഡിനകത്തൊക്കെ ട്രാപ്പായി പോയി നിൽക്കുന്ന ഒരു ഫീലാണ്. സോ അങ്ങനത്തെ രീതിയിലാണ് ഒരു സെക്കൻഡ് ഹാഫ് തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് പാർട്ടിന്റെ വീഡിയോ ചെയ്തപ്പോൾ പോലും പറഞ്ഞായിരുന്നു, ചില ക്യാരക്ടേഴ്സിനൊക്കെ ഓർത്ത് വെച്ചോ, ഈ ഒരു ക്യാരക്ടേഴ്സ് എൻറ്റയർ മൂവിൽ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിലൊക്കെ വേറെ ലെവലായിട്ട് പോകുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഈ സെക്കൻഡ് പാർട്ടിൽ വേറെ ലെവൽ ഓഫ് പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ഷിഫ്റ്റ് ഉണ്ട്. എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല, എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലായി പോകും. അതുകൊണ്ടൊന്നും പറയാത്ത ആ ഒരു ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസും അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ മൂവിയിലെ പ്രസന്റേഷൻ ഒക്കെ പറയുന്നത് വേറെ ലെവലാണ്. നമ്മളിങ്ങനെ കണ്ടിരിക്കും, അമ്മാതിരി ലെവലാണ് ആ ഓരോ ക്യാരക്ടേഴ്സിനെയും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ ആക്ഷൻ സീക്വൻസ് ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് തമ്മിലുള്ള ഒരു കണക്ഷനാണ്. ചവറ് പോലെ മൂവിയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ചുമ്മാ അനാവശ്യമായിട്ട് കുറേ ആക്ഷൻ സീക്വൻസ് ഫൈറ്റും അങ്ങനെയൊന്നുമല്ല. ഒരു വലിയൊരു സ്റ്റോറിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൊണ്ടൊന്നും തീർന്നിട്ടില്ല. ശരി, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഹൗസ് ഉണ്ട്, അല്ലെങ്കിൽ വാർ ബിഗിൻസ് എന്ന് പറയാൻ പറ്റിയ സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആക്ഷൻ സീക്വൻസിന്റെ ഒരു പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അല്ലാതെ അനാവശ്യമായിട്ട് എവിടെയെങ്കിലും അങ്ങനെ ചുമ്മാ റാൻഡംലി ഒന്നും കൊണ്ട് വെച്ചിട്ടില്ല. ആ പ്രോപ്പറായിട്ട് ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ കൂടെ എവിടെ എന്ത് ആക്ഷൻ സീക്വൻസ് വേണം, അല്ലെങ്കിൽ എവിടെ എങ്ങനെ ആയിരിക്കണം ആ ഒരു സീക്വൻസ്, എത്ര മിനിറ്റ് വേണം, അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലേക്ക് ഡീറ്റെയിൽ ചെയ്യണം, അതൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഒരു സീക്വൻസ് പോലും ഈ ഒരു മൂവിയിൽ എനിക്ക് അൺവാണ്ടഡ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം അമ്മാതിരി ഒരു മാസ്റ്റർ പീസ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ആ ഒരു എൻറ്റയർ മൂവി. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു കുറച്ച് ലാഗ് ഉണ്ട്, സ്റ്റോറി ശരിക്കും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ലല്ലോ. പക്ഷേ ഈ ഒരു സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും, അതായത് ഒരു വൈഡാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും അല്ലെങ്കിൽ എല്ലാ ഡയറക്ഷൻസും ഇങ്ങനെ പറഞ്ഞ് ആ ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ ഹൗസസ് ആയാലും അവർ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു റൂളിങ്, ആ ഒരു എംബർ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസും ക്ലാഷസും, അങ്ങനെ നമുക്ക് എങ്ങനെ വേണോ പറയാം. അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു എൻറ്റയർ മൂവിയുടെ പ്രസൻറ്റേഷൻ, ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ പറയാം. നമ്മളിങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മളൊരു 100% ഹാപ്പിയാണ്. കാരണം നമ്മൾ വേറൊരു ലോകത്തിൽ പോയി അവിടെ ഉള്ള ആൾക്കാരോട് കണക്ട് ആയി അവിടുത്തെ വേൾഡും അവിടുത്തെ ഹൗസസും ആ ഒരു രീതിയിലാണ് ആ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് തന്നെ പോകുന്നത്. ആൻഡ് എസ്പെഷ്യലി എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു മൂവി ഐമാക്സ് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നോർമൽ തിയേറ്റേഴ്സിലായിരിക്കും കൂടുതൽ പോകുന്നത്, പക്ഷേ എന്നാലും ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ
ഐമാക്സ്. കാരണം ആ ഒരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് അതൊരു നോർമൽ തിയേറ്ററിൽ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഈ ഒരു മൂവി ഫിലിം ചെയ്തിരിക്കുന്ന ഐമാക്സിലാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത്, സോ അതുകൊണ്ട് തന്നെ ആ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആ വിഷ്വൽ പ്രസന്റേഷൻ ഒക്കെ വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. എടുത്തു വേണമെങ്കിൽ എല്ലാ സീക്വൻസും പറയണം. ഞാൻ സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞ ആ സാൻഡ്ബാമിന്റെ സീനാണ് ആ ഒരു ഡെസേർട്ടിൽ വരുന്നത്. അതായാലും ആ ഒരു മിഷനറീസ് കൊണ്ട് ആ ഡെസേർട്ടിൽ ഇറക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ഡെസേർട്ടിന്റെ ഒരു സാൻഡ് പോകുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതിന്റെ ഫീൽ നമുക്ക് കിട്ടും. ആ രീതിയിലാണ് ഐമാക്സിൽ ഈ മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയുകയാണ്, ആ ഒരു ഡെസേർട്ടിൽ ആ സാൻഡ് പോകുന്ന സൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചു ആ ഒരു മൂവിയുടെ വേറെ ലെവലുള്ള സീക്വൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നു. ആ രീതിയിലാണ് ഈ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഐമാക്സിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദ മൂവി. കാരണം ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നോർമൽ തിയേറ്റേഴ്സിൽ ഒരിക്കലും തരാൻ പറ്റത്തില്ല. അമ്മാതിരി ലെവൽ ഓഫ് ഐറ്റമാണ് ഈ ഒരു മൂവി ഐമാക്സ് കാണാനായിട്ട്. പിന്നീട് എടുത്തു പറയേണ്ട ഈ ഒരു മൂവിയുടെ ലാസ്റ്റ് ഒരു 30-40 മിനിറ്റ്സ് ഉള്ള സീക്വൻസ് ഉണ്ടല്ലോ മാൻ, അതിൻ്റെയൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. അതിലും ഒരു വാറിന്റെ സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ആ ഒരു സീക്വൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിലൊക്കെ അത് കാണണം മാൻ, വേറെ ലെവൽ ഐറ്റം ആയിരുന്നു ആ സീക്വൻസ് എന്ന് പറയുന്നത്. ഈ ഒരു മൂവി എൻഡ് ചെയ്യുമ്പോഴും നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ക്ലിഫ് ആങ്കർ തന്നെ ഈ ഒരു മൂവിയുടെ എൻഡ് കൊടുക്കുന്നുണ്ട്. അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പും കാര്യങ്ങളൊന്നും അല്ല. നെക്സ്റ്റ് പാർട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് അവരുടെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലൊക്കെ ഇനി അടുത്ത സ്റ്റോറീസ് ഒക്കെ പോകാവുന്ന ഒരു കിടിലൻ ക്ലിഫ് ആങ്കർ തന്നെ ഈ ഒരു സെക്കൻഡ് പാർട്ടിന് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലിഫ് ആങ്കർ സീക്വൻസ് ആയാലും, അല്ലെങ്കിൽ ആ ഒരു മൂവിയിൽ വരുന്ന ലാസ്റ്റ് ഉള്ള ഒരു 30-40 മിനിറ്റ്സുള്ള സീക്വൻസ് ആയാലും മാൻ, ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അമ്മാതിരി കിട്ടില്ല സീക്വൻസ് ആയിരുന്നു. പിന്നീടുള്ള ഒരു കാര്യം, ഈ ഒരു മൂവിയുടെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, കളറിങ് ആൻഡ് മ്യൂസിക്, ഈ 4 കാര്യങ്ങളും സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം അമ്മാതിരി ലെവൽ ഓഫ് ഐറ്റം ആയിരുന്നു ഈ ഒരു മൂവിക്ക്. ആ ഒരു വിഷ്വലും ആ ഒരു ഹാൻഡ്സിന്റെ മ്യൂസിക്കും ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള പല സീക്വൻസും ഉണ്ടല്ലോ മാൻ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സോ ഇതാണ് ഈ ഒരു മൂവിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കിട്ടില മൂവിയാണ്. ആൻഡ് മെയിൻലി എടുത്ത് പറയേണ്ട കാര്യം, ഈ ഒരു മൂവിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അമ്മാതിരി ഒരു കിട്ടില പ്രസന്റേഷൻ ആണ് ഈ ഒരു മൂവിയുടെ. സോ എന്തായാലും മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസിനെ കുറിച്ച് കമന്റ് ചെയ്യും. അല്ല ഡ്യൂൺ പാർട്ട് 1 കുറച്ച് ക്ലാരിറ്റി വേണമെന്നൊക്കെ ആണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് ആ ഒരു പാർട്ട് 1 കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.